പൊങ്കാലിട്ട ഓരോ അമ്മമാർക്ക് അല്ലെങ്കിൽ ചേച്ചിമാർക്ക് എല്ലാവർക്കും അവരോരോ ആഗ്രഹങ്ങൾ കൊണ്ടാണ് എല്ലാവരും പൊങ്കാലിടാൻ വേണ്ടി വരുന്നത് തന്നെ. അപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. ആറ്റുകാൽ പൊങ്കാല അത് ഭയങ്കര വലിയ സംഭവമാണ്. ഞാൻ എല്ലാ പ്രാവശ്യവും പൊങ്കാലിടുമ്പോൾ ഞാൻ ഓരോ ആഗ്രഹങ്ങൾ കൊണ്ടാണ് പറഞ്ഞിട്ടാണ് ഞാൻ പൊങ്കാലിടാറ്. അപ്പോൾ അവനും അത് കേട്ടപ്പോൾ ഭയങ്കര ആഗ്രഹം, ആണുങ്ങൾ പൊങ്കാലിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ്. അപ്പോൾ കുഴപ്പമില്ല, കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫാമിലി മെമ്പർ തന്നെയാണ് അവൻ. നമ്മളങ്ങനെ അവൻ്റെ ഫാമിലി എന്നൊരു മെമ്പറായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാനും അങ്ങനെയാണ് കാണുന്നത്. അതൊക്കെ വെറുതെ പറയുന്നത് തമാശയൊക്കെയാണ്. തങ്കച്ചേട്ടൻ പാവം, തങ്കച്ച അത് നമ്മുടെ സ്റ്റാർ മേജിക്ക് പറയുന്ന കേട്ടിട്ട് പറഞ്ഞു. അയ്യോ അങ്ങനെയൊന്നുമില്ല, അത് ചുമ്മാ ഇവര് പറഞ്ഞു തങ്കച്ചേട്ടൻ കയ്യിൽ കാശ് മേടിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ വെറുതെ പറയാം. അത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് മല്ലികാമ്മയുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക. എനിക്ക് സത്യം പറഞ്ഞാൽ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ നമുക്ക് ആറ്റുകാൽ പൊങ്കാലിട്ട എല്ലാവർക്കും നല്ലൊരു പൊങ്കാല ആശംസിക്കുകയാണ്. അപ്പോൾ ഓരോ പൊങ്കാലിട്ട ഓരോ അമ്മമാർക്ക് അല്ലെങ്കിൽ ചേച്ചിമാർക്ക് എല്ലാവർക്കും അവരോരോ ആഗ്രഹങ്ങൾ കൊണ്ടാണ് എല്ലാവരും പൊങ്കാലിടാൻ വേണ്ടി വരുന്നത് തന്നെ. അപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ അമ്മയോട്, ആറ്റുകാൽ അമ്മയോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആജീവൻ പൊങ്കാലിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ. ആദ്യമായിട്ടാണ്, ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട് അവൻ്റെ അടുത്ത്, എടാ ആറ്റുകാൽ പൊങ്കാല അത് ഭയങ്കര വലിയ സംഭവമാണ്. ഞാൻ എല്ലാ പ്രാവശ്യവും പൊങ്കാലിടുമ്പോൾ ഞാൻ ഓരോ ആഗ്രഹങ്ങൾ കൊണ്ടാണ് പറഞ്ഞിട്ടാണ് ഞാൻ പൊങ്കാലിടാറ്. അപ്പോൾ അവനും അത് കേട്ടപ്പോൾ ഭയങ്കര ആഗ്രഹം, ആണുങ്ങൾ പൊങ്കാലിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ്. അപ്പോൾ കുഴപ്പമില്ല, കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് പൊങ്കാലിടുന്നത്. അങ്ങനെയൊന്നും കുഴപ്പമില്ല, അമ്മയ്ക്ക് വേണ്ടി ഇടുന്നതല്ലേ, മനുഷ്യരാണല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് അവനും എൻ്റെ കൂടെ ആദ്യമായിട്ടാണ്, ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട് അവൻ്റെ അടുത്ത്, എടാ ആറ്റുകാൽ പൊങ്കാല അത് ഭയങ്കര വലിയ സംഭവമാണ്. ഞാൻ എല്ലാ പ്രാവശ്യവും പൊങ്കാലിടുമ്പോൾ ഞാൻ ഓരോ ആഗ്രഹങ്ങൾ കൊണ്ടാണ് പറഞ്ഞിട്ടാണ് ഞാൻ പൊങ്കാലിടാറ്. അപ്പോൾ അവനും അത് കേട്ടപ്പോൾ ഭയങ്കര ആഗ്രഹം, ആണുങ്ങൾ പൊങ്കാലിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ്. അപ്പോൾ കുഴപ്പമില്ല, കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് പൊങ്കാലിടുന്നത്. അങ്ങനെയൊന്നും കുഴപ്പമില്ല, അമ്മയ്ക്ക് വേണ്ടി ഇടുന്നതല്ലേ, മനുഷ്യരാണല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് അവന് വേണ്ടിയിട്ടൊരു കലവും പ്രസാദമൊക്കെ മേടിച്ചിട്ട്, അതായത് അരിയൊക്കെ മേടിച്ചിട്ട് പറഞ്ഞു കൊടുത്തു, ഇടിയിപ്പിച്ചു. പിന്നെ കൂടെ നിന്ന് എല്ലാ ചേച്ചിമാരും ആൻറ്റിമാരൊക്കെ സപ്പോർട്ട് ചെയ്തു. അമ്മയുണ്ട്, അച്ഛനുണ്ട്, വലിയച്ഛനുണ്ട്, ചേച്ചിയുണ്ട്, ചേച്ചിയുടെ മോനുണ്ട്, കുഞ്ഞയുടെ മോളുണ്ട്. ഇത്രയും പേരാണ്. ഒരിടത്തും അറേഞ്ച് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞാൽ ഇവിടെ തന്നെ ഇടാണ്. അപ്പോൾ എനിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ അറേഞ്ച് ചെയ്തത്. ഇത് വർക്ക് സ്റ്റാർ മേജിക്ക് തന്നെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ സുരഭി സ്വാസിനി വരാൻ പോകുന്നു എന്നൊക്കെ കേട്ടു. ഭാഗ്യവശാൽ ചിലപ്പോൾ അത് നടക്കുമായിരിക്കാം. പിന്നെ വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യേണ്ടെന്ന് നമ്മുടെ ഹാപ്പി ബേർഡ്സ് മഹി അത് തന്നെയാണ് ഒരു ചാനലിൽ വരാൻ പോകുന്നു എന്ന് ഇങ്ങനെ ഡയറക്ടർ പറയുന്നുണ്ടായി. പിന്നെ ഞാനും ജീവനും ഞങ്ങൾ മൊത്തത്തിൽ, അതായത് നമ്മുടെ ഹാപ്പി ബേർഡ്സ് മഹിയുടെയും സുരഭി സ്വാസിനി റൈറ്റർ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കോമഡി ഒരു വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് അതും ഭാഗ്യവശാൽ അത് ചിലപ്പോൾ. നിങ്ങളുടെ സൗഹൃദത്തിനെ പറ്റി നമുക്ക് കുറച്ച് ആൾക്കാർക്ക് അറിയാം, പക്ഷെ എന്നാലും പൊതുവെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ അബീബത്ത് മഹി എന്നൊരു സിറ്റ്കോമിലൂടെയാണ് നിങ്ങൾ അതെ, അത് നല്ലൊരു പേരിങ് വരുന്ന ജനങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു പേരാണ്. ഇപ്പോൾ നിങ്ങൾ വ്ളോഗൊക്കെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ഫീൽഡിൽ എനിക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് അവനാണ് ഒരു ഫ്രണ്ട് എന്ന് പറയാൻ ഉള്ളത്. ബാക്കി എല്ലാവരും പല സ്ഥലങ്ങളും, ട്രിവാൻഡ്രത്ത് നോക്കുമ്പോൾ അടുത്ത അവനാണ്. പിന്നെ അന്ന് മുതൽ അറിയാമല്ലോ, അബീബത്ത് മഹി എന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 10-15 ദിവസം ഷൂട്ട് വരും. ഞാനും അവന് മാത്രം ഒരു ആർട്ടിസ്റ്റ്. അപ്പം അങ്ങനെ തുടങ്ങിയ ബന്ധമാണ് നമ്മൾ. അപ്പോൾ അത് ഇപ്പോഴും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ ഒരു ഫാമിലി മെമ്പർ തന്നെയാണ് അവൻ. അവൻ്റെ ഫാമിലി എന്നൊരു മെമ്പറായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാനും അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ചെയ്തോട്ടെ, എന്താ പ്രശ്നം. പുതിയ കാറൊക്കെ വാങ്ങിച്ചതിന് വിവാദമായിരുന്നു. തങ്കച്ചേട്ട പൈസ കൊണ്ടാണ് അനു അതൊക്കെ വെറുതെ പറയുന്നത് തമാശയൊക്കെയാണ്. തങ്കച്ചേട്ടൻ പാവം, തങ്കച്ച അത് നമ്മുടെ സ്റ്റാർ മേജിക്ക് പറയുന്ന കേട്ടിട്ട് പറഞ്ഞു. അയ്യോ അങ്ങനെയൊന്നുമില്ല, അത് ചുമ്മാ സ്റ്റാർ മേജിക്ക് പറയുന്ന ഫുള്ളും തമാശകളാണ്, ആൾക്കാരെ ചിരിപ്പിക്കാനും ഒക്കെ. പക്ഷെ അത് കേട്ടിട്ട് വിശ്വസിക്കുന്ന മണ്ടന്മാരെയാണ് പറയാൻ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. തങ്കച്ചേട്ടൻ അത് എൻ്റെ ഒത്തിരി പേര് പറഞ്ഞു തങ്കച്ചേട്ടൻ കയ്യിൽ കാശ് മേടിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ വെറുതെ പറയാം. ചേട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചില്ല, ഞാൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടില്ല. വിവാഹമൊന്നും ആയിട്ടില്ല. ഇല്ല, അതൊക്കെ ഓരോരുത്തരുടെ ഒരു ലക്കെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അതൊക്കെ തലേ വിധിക്കുക എന്നൊക്കെ പറയത്തില്ലേ. സമയമാകുമ്പോൾ നടക്കും, സമയമായിട്ടില്ലെങ്കിൽ നടക്കത്തില്ല, അത്രയേ ഉള്ളൂ. ഇപ്പം മല്ലിക അമ്മയുടെ അതെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നാണ് അതിന്റെ കഴിഞ്ഞു. ഇന്നലെ എന്നൊരു മീഡിയക്കാർ വിളിച്ചിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെന്തോ പ്രോഗ്രാം ചെയ്യുന്നതായിട്ട് വരാനായിട്ട്. പക്ഷെ ഇന്ന് പൊങ്കാലയല്ലേ. ഇത്രയും ഒരു സീരിയസായിട്ടുള്ള ഒരു അപ്പം അവരുടെ അഭിനയിച്ചപ്പോൾ അത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് മല്ലികാമ്മയുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക. എനിക്ക് സത്യം പറഞ്ഞാൽ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയായി. അയ്യോ, മല്ലികാമ്മയുടെ കൂടെ ക്യാരക്ടർ, മല്ലികാമ്മയുടെ മരുമകളായിട്ടൊക്കെ ഒരു ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അറിയാമല്ലോ ഇന്ദ്രജിത്തേട്ടനും അവരുടെ അമ്മ ആയിട്ടുള്ള ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഭാഗ്യം തന്നെയാണ്. നല്ലൊരു അമ്മയാണ്. കാരണം പുള്ളിക്കാരി ഭയങ്കര വൈബാണ് കേട്ടോ, ഭയങ്കര ചില്ലാണ്. എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ആ ഒരു ഏജിലുള്ള ഒത്തിരി പേര് എനിക്കറിയാം. പക്ഷേ അമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതുപോലെ ഭയങ്കര വൈബാണ്. ഞങ്ങൾ എപ്പോഴും ലൊക്കേഷനിൽ ഭയങ്കര പോസിറ്റീവ് വൈബ് തന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ വിഷമിച്ചോ അല്ലെങ്കിൽ ഭയങ്കര തമാശയാണ്. നമ്മളിപ്പം ഷോ നടക്കുന്ന ടൈമിലാണെങ്കിലും എപ്പോഴും ഭയങ്കര തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരാളാണ് അമ്മ. ഒരു ദിവസം ഇല്ലെങ്കിൽ ഭയങ്കര